الحمد لله نحمده ونستعينه ونستهديه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له خصنا بخير كتاب أنزل وأكرمنا بخير نبي أرسل وجعلنا خير أمة أخرجت للناس نأمر بالمعروف وننهى عن المنكر ونؤمن بالله وأشهد أن سيدنا وحبيبنا وأسوتنا ورسولنا محمدا عبده ورسوله أدى الأمانة وبلغ الرسالة ونصح للأمة وجاهد في الله حق جهاده وتركنا على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك اللهم صل وسلم على هذا النبي الكريم وعلى آله وصحابته الغر الميامين ومن تبعهم بإحسان إلى يوم الدين أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يريدون أن يطفئوا نور الله بأفواههم ويأبى الله إلا أن يتم نوره ولو كره الكافرون هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صدق الله العلي العظيم. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്തിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിച്ച് അവനിഷ്ടപ്പെട്ട, അവൻ തൃപ്തിപ്പെട്ട അടിയാറുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ശ്രമിക്കണമെന്ന്, ശ്രദ്ധിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുക. ഇസ്തിഖാമത്ത്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു. റബ്ബുന, ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറയുകയും ആ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്യുക. പതറാതെ, എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ആ മാർഗത്തിൽ എന്ത് ഭീഷണികളുണ്ടായാലും അടിയുറച്ചു നിൽക്കുക. ഇസ്തിഖാമത്ത്. അടിയുറച്ചു നിന്നുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ആളുകൾക്കാണ് അള്ളാഹുവിൻ്റെ മലക്കുകൾ വന്ന് സന്തോഷവാർത്ത അറിയിക്കുക. പേടിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല എന്ന് അവരെ ആശ്വസിപ്പിക്കുക. അവർക്ക് അള്ളാഹുവിൻ്റെ സ്വർഗം വാഗ്ദാനം ചെയ്യുക എന്നൊക്കെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈമാനോടുകൂടി കഴിയുകയും അള്ളാഹുവിൻ്റെ സിറാത്തുൽ മുസ്തഖീമിൽ എപ്പോഴും അടിയുറച്ചു നിൽക്കുകയും ചെയ്യുവാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക, ശ്രദ്ധിക്കുക. അള്ളാഹുവിൻ്റെ ആ വിധത്തിലുള്ള അടിയാറുകളുടെ, മുത്തഖീങ്ങളുടെ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ലോകത്തുള്ള പണ്ഡിതന്മാരുടെ വേദിയായ അൽ-ഇത്തിഹാദുൽ ആലമി ലി ഉലമാഇൽ മുസ്ലിമീൻ, അന്താരാഷ്ട്ര പണ്ഡിത വേദിയുടെ തുർക്കിയിൽ ഇസ്തംബൂളിൽ നടന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചു. കഴിഞ്ഞ 29, 30, 1 തീയതികളിൽ ഇസ്തംബൂളിൽ നടന്ന സമ്മേളനം ഇസ്ലാമിനെയും മുസ്ലിം ഉമ്മത്തിനെയും സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം ഉള്ളതായിരുന്നു. 3 ദിവസം നീണ്ടുനിന്ന ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും എത്തിയ പണ്ഡിതന്മാരുടെ സമ്മേളനം ലോകത്തെങ്ങുമുള്ള ഇസ്ലാമും മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് ദീർഘങ്ങളായ ചർച്ചകളും സംവാദങ്ങളും നടത്തുകയും സുപ്രധാനമായ പല തീരുമാനങ്ങളും എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിക ലോകത്തും മുസ്ലിം ന്യൂനപക്ഷ രാഷ്ട്രങ്ങളിലും ഇസ്ലാമിക ഉമ്മത്ത് ഏതവസ്ഥയെയാണ് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് അവർ നിർവഹിച്ചുകൊണ്ടിരിക്കേണ്ടത്, എന്താണ് അവരുടെ ഭാവി, എങ്ങനെയാണ് മറ്റ് സമൂഹങ്ങളുമായി അവർ സഹവർത്തിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള ആഴമേറിയ ചർച്ചകളാണ് സമ്മേളനത്തിൽ നടന്നത്. സമ്മേളനം അവസാനം
പാസാക്കിയ പ്രമേയത്തിൽ പല സുപ്രധാനമായ കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിന്റെ ലോകത്തെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിന്റെ മാത്രമല്ല ലോകത്തിന്റെ തന്നെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ പല തീരുമാനങ്ങളും സമ്മേളനം എടുത്തിട്ടുണ്ട്. വെറും പ്രമേയം പാസാക്കുകയും ചർച്ച നടത്തുകയും മാത്രമല്ല, ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്ന ഒരു വേദിയാണ് അന്താരാഷ്ട്ര പണ്ഡിതവേദി. ഷെയ്ഖ് യൂസുഫ് അൽ ഖറദാവിയുടെ അധ്യക്ഷതയിലുള്ള പണ്ഡിതവേദി വേദിയെടുത്ത സുപ്രധാനമായ തീരുമാനങ്ങളിൽ, പ്രായോഗികമായ ഒരു തീരുമാനങ്ങളിൽ ഗസയിലേക്ക് അന്താരാഷ്ട്ര പണ്ഡിത വേദിയുടെ മേൽനോട്ടത്തിൽ സ്വന്തമായി ഫലസ്തീനിൽ പട്ടിണി കിടക്കുന്ന, ഗസ എന്ന് പറയുന്ന പ്രദേശത്ത് പട്ടിണി കിടക്കുന്ന, ഇസ്രായേലിന്റെ ഉപരോധം കൊണ്ട് പ്രവേശനം നിഷേധിക്കപ്പെട്ട ഭക്ഷണ സാധനങ്ങളും മനുഷ്യരുടെ പ്രാഥമികമായ ആവശ്യങ്ങൾ പോലും അങ്ങോട്ട് കടത്താൻ അനുവദിക്കാതെ ഇസ്രായേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധത്തെ ലംഘിച്ചുകൊണ്ട് ഒരു കപ്പലയക്കുവാൻ അന്താരാഷ്ട്ര പണ്ഡിത സമ്മേളനം വേദി തീരുമാനമെടുത്തിട്ടുണ്ട്. പണ്ഡിതന്മാർ തന്നെ നേതൃത്വമെടുത്തുകൊണ്ട് ഗസയിലേക്ക് ഒരു കപ്പലയക്കും. ഇസ്രായേലിന്റെ ഉപരോധം അവസാനിപ്പിക്കുവാൻ വേണ്ടി ലോക ശ്രദ്ധ പിടിച്ചുപറ്റുക, ലോകത്തിന്റെ ശ്രദ്ധയിൽ ഈ വിഷയം, തുർക്കി നേരത്തെ തുർക്കിയിൽ നിന്ന് പുറപ്പെട്ട കപ്പലിനെ പോലെ തന്നെ അതിന്റെ തുടർച്ചയായി ലോകത്തിന്റെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവരാനുള്ള ഒരു നടപടി എന്ന അർത്ഥത്തിൽ അത്യാവശ്യ ഭക്ഷണ സാധനങ്ങളുമായി ഗസയിലേക്ക് അന്താരാഷ്ട്ര പണ്ഡിതവേദിയുടെ നേതൃത്വത്തിൽ ഒരു കപ്പലയക്കും എന്ന തീരുമാനം അന്താരാഷ്ട്ര പണ്ഡിതവേദി സംസാരിക്കുക മാത്രമല്ല പ്രവർത്തിക്കുക കൂടി ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നു എന്നതിന്റെ തെളിവാണ്. ഈ സമ്മേളനത്തെ പോലെ തന്നെ പ്രധാനമാണ് സമ്മേളനത്തിന് തെരഞ്ഞെടുത്ത ഇസ്തംബൂൾ നഗരം എന്ന് പറയുന്നത്. തുർക്കി എന്ന് പറയുന്ന രാജ്യം നമ്മളെല്ലാവരും പലപ്പോഴും പറയുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ളതുപോലെ ഇസ്ലാമിന്റെ ഖിലാഫത്തിന് അന്ത്യം കുറിച്ച, അവസാനം കുറിച്ച ഒരു രാജ്യം എന്നുള്ളതാണ് തുർക്കിയുടെ പ്രത്യേകത. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരംഭിച്ച ഇസ്ലാമിന്റെ ഭരണം ലോകത്തെ അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിന്റെ ദീന് എന്താണോ പറയുന്നത് അതനുസരിച്ച് മനുഷ്യരെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന, അതാണ് ലോകത്തിന് ഏറ്റവും ആവശ്യം. ജനങ്ങളുടെ പ്രശ്നങ്ങളെപ്പറ്റി ഏറ്റവും അധികം അറിയുക ജനങ്ങളുടെ സിട്ടാവായ അള്ളാഹുവാണ്. അതുകൊണ്ട് അള്ളാഹു തന്നെയാണ് ജനങ്ങൾ എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കേണ്ടത്, ജനങ്ങൾ ജീവിക്കുന്ന ലോകം എങ്ങനെ ഭരിക്കപ്പെടണം എന്ന് തീരുമാനിക്കേണ്ടത് എന്ന് ഇസ്ലാം വളരെ കർശനമായി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന്റെ ഇമാം മാത്രമായിരുന്നില്ല, ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരി കൂടിയായിരുന്നു. അതിനുവേണ്ടി കൂടിയാണ് പ്രവാചകൻ പണിയെടുത്തത്. അങ്ങനെയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത് മദീനയിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രമുണ്ടാക്കി പ്രവാചകന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. പ്രവാചകൻ വിയോഗമടയുമ്പോൾ ആയിരക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള വിശാലമായ ഒരു ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഭരണാധികാരി കൂടിയാണ് ലോകത്തോട് വിട പറയുന്നത്. ഒരു പ്രവാചകൻ മാത്രമായിരുന്നില്ല, ഭരണാധികാരിയായ ഒരു പ്രവാചകനായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാം അതായതുകൊണ്ടാണ് പ്രവാചകൻ ഒരു ഭരണാധികാരിയായത്. ഇസ്ലാമിൽ അത് നിർബന്ധമായ ഒരു കാര്യം ആയതുകൊണ്ടാണ് പ്രവാചകന്റെ മയ്യത്ത് മറമാടുന്നതിന് മുമ്പ് തന്നെ പ്രവാചകന്റെ അനന്തരഗാമിയായി ഒരു ഭരണാധികാരി അറേബ്യയിൽ ഉണ്ടാകണം എന്ന് സഹാബികൾ തീരുമാനിക്കുന്നതും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തെരഞ്ഞെടുക്കുന്നതും. പിന്നെ അങ്ങോട്ട് പ്രവാചകൻ മദീനയിൽ ആരംഭിച്ച ആ രാഷ്ട്രത്തിന് അന്ത്യം കുറിക്കുന്നത് ഈ തുർക്കി എന്ന് പറയുന്ന രാജ്യത്ത് 1924 അതായത് 6-ാം നൂറ്റാണ്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരംഭിച്ചിട്ടുള്ള ഇസ്ലാമിക ഭരണം അത് അവസാനിക്കുന്നത് 20-ാം നൂറ്റാണ്ടിലാണ്. അങ്ങനെ 14 നൂറ്റാണ്ട് കാലം ലോകത്ത് നിലനിന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇസ്ലാമിക ഭരണം എന്ന് പറയുന്നത്. അത് 4 ഖലീഫമാർക്കും ശേഷം അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന് ശേഷം അത് വഴിമാറുകയും സ്വേച്ഛാധിപത്യം അതിൽ വരികയും ചെയ്തിട്ടുണ്ട്. അത് ഭരണാധികാരികളെ ജനാധിപത്യ മാർഗേണ തെരഞ്ഞെടുക്കുക എന്ന് പറയുന്ന ഇസ്ലാമിന്റെ രീതിയെ ലംഘിച്ചുകൊണ്ട് അനന്തരാവകാശമായി അത് മാറുകയും അങ്ങനെ ഉമവികളും അബ്ബാസികളും ഒക്കെ അനന്തരമായിട്ട് ഭരണത്തെ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഈ ഭരണത്തിന്റെ അടിസ്ഥാനം ഇസ്ലാമായിരുന്നു. ആ ഭരണമൊക്കെ നടന്നിരുന്നത് ഖുർആനും സുന്നത്തും അനുസരിച്ചായിരുന്നു. അതിൽ അബദ്ധങ്ങളും അതുപോലെ തന്നെ തെറ്റുകളും സംഭവിച്ചിട്ടുണ്ട് ഭരണാധികാരികൾക്ക് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഖുർആനും സുന്നത്തും അനുസരിച്ചാണ് ഒരു രാജ്യത്തിന്റെ ഭരണം നടക്കേണ്ടത് എന്ന കാര്യത്തിൽ ഈ 14 നൂറ്റാണ്ട് കാലം മുസ്ലിം ലോകത്ത് ഒരു കുട്ടിക്കും സംശയമുണ്ടായിരുന്നില്ല.
ഒരു ഭരണാധികാരിയും അതിനെ നിഷേധിച്ചിട്ടില്ല. അവർ സ്വന്തമായി നിയമമുണ്ടാക്കിക്കൊണ്ട് ഒരു ഭരണവും അവർ നടത്തിയിട്ടില്ല. ഈ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അനുസരിച്ചുള്ള ഭരണമാണ് 14 നൂറ്റാണ്ടുകാലം ലോകത്ത് നടന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ജൂതന്മാരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുണ്ടാക്കിയ ഇസ്ലാമിക രാഷ്ട്രം 1924 തുർക്കിയിൽ അത്താതുർക്ക് കമാൽ പാഷ അന്ത്യം കുറിക്കുന്നത് വരെ തുടർന്ന ഒരു സംഗതിയാണ്. ഇത് ഇസ്ലാമിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാവും. അപ്പോ ഈ 14 നൂറ്റാണ്ട് കാലം ഇസ്ലാമിക ലോകത്ത് നിലനിന്ന ഒരു ഭരണത്തിന് അന്ത്യം കുറിച്ചു എന്നുള്ളതാണ് തുർക്കിയുടെ പ്രത്യേകത. തുർക്കിയുടെ കുറെ പ്രത്യേകതകളിൽ ഒരു പ്രത്യേകത. അങ്ങനെയാണ് തുർക്കി ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു കറുത്ത പാടായി നിൽക്കുന്നത്. അത്താതുർക്ക് കമാൽ പാഷ എന്ന് പറയുന്ന ഒരു തികഞ്ഞ നിരീശ്വരവാദിയും നിർമ്മതനുമായിരുന്ന ഒരു മനുഷ്യനെ ജൂതന്മാരും അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലെ സാമ്രാജ്യത്വ ശക്തിയായ ബ്രിട്ടനും എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് ഖിലാഫത്തിനെ തകർക്കുകയായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. അത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രവുമായി ബന്ധമുണ്ട് ഈ തുർക്കിയിലെ ഖിലാഫത്ത് രാഷ്ട്രത്തിന്റെ അന്ത്യം കുറിക്കലിന് എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒട്ടോമൻ ഉസ്മാനിയ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്ന സുൽത്താൻ അബ്ദുൽ ഹമീദിനോട് ജൂത നേതാക്കൾ അദ്ദേഹവുമായിട്ടൊരു കൂടിക്കാഴ്ച ആവശ്യപ്പെടുകയും അങ്ങനെ അദ്ദേഹത്തെ വന്ന് കണ്ട് ഫലസ്തീൻ ഞങ്ങൾക്ക് വിട്ടുതരണം, അവിടെ ഞങ്ങൾ ഒരു രാഷ്ട്രമുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറയുകയും ചെയ്തപ്പോൾ അദ്ദേഹം അവരെ ആട്ടിവിട്ടു. അത് ചോദിച്ചു, അവർക്കത് കിട്ടുകയില്ല എന്ന് മനസ്സിലായപ്പോൾ അവർ കൈക്കൂലി കൊടുക്കാൻ ശ്രമിച്ചു. മില്യനുകൾ, വലിയ വാഗ്ദാനങ്ങളായിരുന്നു. ഒട്ടോമൻ സാമ്രാജ്യം സാമ്പത്തികമായ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുകയായിരുന്നു. അപ്പൊ ഈ സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ സാമ്രാജ്യത്തിന്റെ കടം വീട്ടാൻ ഞങ്ങൾ മില്യനുകൾ നൽകാം എന്നായിരുന്നു ജൂതന്മാർ വാഗ്ദാനം ചെയ്തിരുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ പണം തൽക്കാലം നിങ്ങളുടെ പോക്കറ്റിലിരിക്കട്ടെ. ഫലസ്തീൻ എന്ന് പറയുന്നത്, ബൈത്തുൽ മഖ്ദിസ് എന്ന് പറയുന്നത് സുൽത്താൻ അബ്ദുൽ ഹമീദിന്റെ സ്വകാര്യ സ്വത്തല്ല. അത് ലോകത്തെങ്ങുമുള്ള മുസ്ലിങ്ങളുടെ സ്വത്താണ്, ഇസ്ലാമിന്റെ മുഴുവൻ സ്വത്താണ്. പ്രവാചകന്റെ ഇസ്രായിന്റെയും മേറാജിന്റെയും ഭൂമിയാണ്. ഈ ഭൂമി ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് വിൽക്കുക എന്ന് അദ്ദേഹം അവരോട് ദേഷ്യപ്പെടുകയും അവരെ ആട്ടി പുറത്താക്കുകയും ചെയ്തു. അങ്ങനെ ഈ സുൽത്താൻ അബ്ദുൽ ഹമീദും അതുപോലെ തന്നെ ഒട്ടോമൻ സാമ്രാജ്യവും നിലനിൽക്കുന്നിടത്തോളം കാലം ഫലസ്തീനിൽ ഞങ്ങൾക്കൊരു രാഷ്ട്രമുണ്ടാക്കാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ജൂതന്മാർ എങ്ങനെയും ഈ ഒട്ടോമൻ സാമ്രാജ്യത്തെ തകർക്കണം, ഇസ്ലാമിക ഖിലാഫത്തിന് അന്ത്യം കുറിക്കണം, എങ്കിൽ മാത്രമേ ഞങ്ങൾക്കൊരു രാഷ്ട്രമുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് തീരുമാനിച്ചുകൊണ്ട് ആ കാലഘട്ടത്തിന്റെ സാമ്രാജ്യത്വ ശക്തിയായ ബ്രിട്ടനിന്റെ സഹായത്തോടുകൂടി ഈ ഖിലാഫത്തിനെ തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അതിനുവേണ്ടി അവർ ഉപയോഗിച്ച ഒരു ചട്ടുകം മാത്രമായിരുന്നു അത്താതുർക്ക് കമാൽ പാഷ എന്ന് പറയുന്ന തുർക്കിക്കാരൻ. അങ്ങനെ അയാൾ രംഗത്ത് വരികയും അങ്ങനെ ജൂതന്മാരുടെയും അതുപോലെ തന്നെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെയും പിന്തുണയോടുകൂടി ഖിലാഫത്തിന് അന്ത്യം കുറിക്കുകയും ചെയ്തു. ഇന്ന് ആ രേഖകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഈ ഖിലാഫത്തിന് അന്ത്യം കുറിക്കുമ്പോൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്വവും അത്താതുർക്ക് കമാൽ പാഷയും തമ്മിലുണ്ടാക്കിയ കരാർ, ബ്രിട്ടൻ കമാൽ പാഷയോട് പറഞ്ഞിരുന്നത്, ഞങ്ങൾ നിങ്ങളെ പിന്തുണക്കും, നിങ്ങൾ ഞങ്ങളുടെ ഉപാധികൾ പാലിച്ചാൽ. ഒന്നാമത്തെ ഉപാധി ഖിലാഫത്തിന് അന്ത്യം കുറിക്കണം എന്നുള്ളതായിരുന്നു. ഖിലാഫത്ത് എന്ന് പറയുന്ന ഒരു സംഗതി ഇനി ലോകത്തുണ്ടാകാൻ പാടില്ല എന്നതായിരുന്നു ഒന്ന്. രണ്ടാമത്, തുർക്കി എന്ന് പറയുന്ന രാജ്യത്ത് ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിരോധിക്കണം, അത് പാടുള്ളതല്ല. അറബി എന്ന് പറയുന്ന ഭാഷയെ തുർക്കിയിൽ ഒരിക്കലും ഇനി അനുവദിക്കരുത്, അത് അവസാനിപ്പിക്കണം. ഇങ്ങനെ കുറെ ഉപാധികൾ അത്താതുർക്ക് കമാൽ പാഷയ്ക്ക് എഴുതി കൊടുക്കുകയും അയാൾ അത് അംഗീകരിക്കുകയും ചെയ്തപ്പോഴാണ് ബ്രിട്ടൻ അത്താതുർക്കിന് പിന്തുണ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ ഖിലാഫത്തിനെ പൊളിച്ചത്, സുൽത്താനെ ആട്ടിവിട്ടത്. ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയെ അധികാരത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്തുകൊണ്ട് ഇയാൾ അധികാരം ഏറ്റെടുത്തു. ആ അധികാരം എന്ന് പറയുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ കറുത്ത പുള്ളിയായിരുന്നു. കൊടിയ സ്വേച്ഛാധിപതിയും തോന്നിവാസിയുമായിരുന്ന അയാൾ തുർക്കി എന്ന് പറയുന്ന ഈ പ്രദേശത്ത് പിന്നീട് നടത്തിയ അടിഞ്ഞാട്ടത്തിൽ ഇസ്ലാമിന്റെ എല്ലാ അവശേഷിപ്പുകളെയും നശിപ്പിച്ചു. ബാങ്ക് കൊടുക്കുന്നത് അറബി ഭാഷയിൽ ബാങ്ക് കൊടുക്കാൻ പാടില്ല എന്നാണ് നിയമം ഉണ്ടാക്കിയത്. അറബി എന്ന് പറയുന്ന ഒരു ഭാഷ എവിടെയും കാണാൻ പാടില്ല തുർക്കിയിൽ എന്നാണ് നിയമം ഉണ്ടാക്കിയത്. ഇസ്ലാമിനെ പറ്റി പഠിപ്പിക്കുന്ന ഒരു മദ്രസയും ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും ഉണ്ടാകാൻ പാടില്ല തുർക്കിയിൽ എന്നാണ് പിന്നെ നിയമം ഉണ്ടാക്കിയത്. പെണ്ണുങ്ങൾ ഒരു കാരണവശാലും തലയിൽ തട്ടമിടാൻ പാടില്ല എന്നാണ് നിയമം പാസാക്കിയത്. സ്ത്രീയും പുരുഷനും ഒരുപോലെയാണ്. പുരുഷൻ എന്തൊക്കെ ആകാമോ, എങ്ങനെയൊക്കെ പിന്നെ വസ്ത്രം ധരിക്കാമോ
അങ്ങനെയൊക്കെ സ്ത്രീക്കും ചെയ്യാം. യാതൊരുവിധ വ്യത്യാസവും സ്ത്രീയും പുരുഷനും ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെയുള്ള നിയമങ്ങളാണ് അത്താതുർക്ക് കമാൽ പാഷ അന്നു മുതൽ ഈ തുർക്കിയിൽ നടപ്പിലാക്കിയത്. അങ്ങനെ നിരന്തരമായി അധികാരത്തിന്റെ എല്ലാ മാധ്യമങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഈ വിധത്തിലുള്ള ഒരു ഇസ്ലാമിനെ തുർക്കിയിൽ അത്താതുർക്ക് പടുത്തു ഉയർത്തി. ഇന്ന് സഹോദരന്മാരെ, തുർക്കി സന്ദർശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ഭരണാധികാരി എങ്ങനെയാണ് ഒരു രാജ്യത്തെ ജനങ്ങളെ മാറ്റിയെടുക്കുന്നത് എന്നത്. ഭരണാധികാരി എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. പക്ഷെ ഒരു ഭരണാധികാരിക്ക് ഒരു രാജ്യത്തെ ജനങ്ങളെ എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും എന്നതിന്റെ വ്യക്തമായ തെളിവായിട്ട് ഇന്നും തുർക്കി നിലനിൽക്കുകയാണ്. തുർക്കിയിലുള്ള ഒരു മനുഷ്യനോട് നിങ്ങൾ ഇസ്ലാമിനെ പറ്റി പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുകയില്ല. തുർക്കിയിലെ 80% ജനങ്ങളും മതനിഷ്ഠയുള്ളവരാണ് എന്നാണ് പറയുന്നത്. 80% ജനങ്ങൾ, 96-97% മുസ്ലിങ്ങളാണ് തുർക്കിയിലുള്ളത്. 72 മില്യൺ വലിയ ജനസംഖ്യയാണ് ലോകത്തിലെ. തുർക്കി എന്ന് പറയുന്നത് ആ രാഷ്ട്രത്തിന്റെ പ്രാധാന്യം അതാണ്. ഈജിപ്തും തുർക്കിയുമാണ് ഏറ്റവും അധികം ജനസംഖ്യയുള്ള മുസ്ലിം രാഷ്ട്രങ്ങൾ. വലിയ സന്നാഹങ്ങളും ശക്തിയുമുള്ള രാഷ്ട്രങ്ങളാണ്. ഈ തുർക്കിയിലെ ഈ 72 മില്യൺ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് അവിടുത്തെ 96-98% വരുന്ന ജനങ്ങളാണ്. ഇതിൽ 80% ജനങ്ങളും ആരോട് ചോദിക്കുമ്പോഴും അവർ പറയുന്നത് എങ്ങനെയുണ്ട് ഇവിടുത്തെ ആളുകൾ മതനിഷ്ഠരാണോ? അപ്പൊ അവർ പറയുന്നത് തുർക്കിയിലെ 80% ആളുകളും മതനിഷ്ഠരാണ്. പക്ഷേ തുർക്കിയിൽ നിങ്ങൾ തെരുവുകളിൽ കാണുന്ന സ്ത്രീകളിൽ ഒരു 85-90% സ്ത്രീകളും യൂറോപ്യൻ സ്ത്രീകളുമായിട്ട് യാതൊരുവിധ വ്യത്യാസവുമില്ല. അവരുടെ വസ്ത്രധാരണ രീതിയും യൂറോപ്യൻ സ്ത്രീകളുടെ വസ്ത്രധാരണ രീതിയും യാതൊരുവിധ വ്യത്യാസവുമില്ല. മക്കനയിട്ട പെണ്ണുങ്ങൾ എന്ന് പറയുന്നത് അപൂർവമാണ്. തെരുവുകളിൽ നമ്മൾ കാണുന്ന സ്ത്രീകളിൽ ഒരു 5-10%, 10%-ത്തിലധികം അവരില്ല. അതേവസരം ഈ ജനങ്ങളെ പറ്റി പറയുന്നു അവർ മതനിഷ്ഠയുള്ളവരാണ്. അപ്പൊ എന്താണിത്? എന്ത് അടിസ്ഥാനത്തിലാണ് 80% ആളുകൾ തുർക്കിയിൽ മതനിഷ്ഠയുള്ളവരാണ് എന്ന് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, അവരുടെ കൂട്ടത്തിൽ വിവരമുള്ള ആളുകൾ പറയും, തുർക്കി മുസ്ലിങ്ങളുടെ മതം എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾ ഈ കാണുന്ന ആളുകൾ 80% മതനിഷ്ഠയുള്ളവരാണ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ 80% ആളുകൾ നമസ്കരിക്കുന്നവരാണ്. ഈ 80% ആളുകൾ റമദാനിൽ നോമ്പനുഷ്ഠിക്കുന്നവരാണ്. ഈ 80% ആളുകളിൽ നല്ലൊരു ശതമാനം ഹജ്ജിന് പോകുന്നവരാണ്. അവരുടെ ദീൻ എന്ന് പറഞ്ഞാൽ അവിടെ അവസാനിച്ചു. അതല്ലാത്ത ഒരു ദീൻ അവർക്കില്ല. ഇസ്ലാമിൽ സ്വന്തമായ ഒരു സാമ്പത്തിക വ്യവസ്ഥയുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാവുകയില്ല. ഇസ്ലാമിന് സ്വന്തമായ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാകുകയില്ല. കാരണം അത്താതുർക്ക് ഇങ്ങനെയാണ് ഈ ജനങ്ങളെ വളർത്തിയത്. ഒരു മനുഷ്യന് ഇപ്പോൾ പോലും ഇസ്ലാമിനെ പറ്റി പറയുവാൻ അവിടെയുള്ള ജനങ്ങൾക്ക് ധൈര്യമില്ല. അവർ വളരെ പാത്തും പതുങ്ങിയുമാണ് അത് പറയുന്നത്. ഇപ്പോൾ പോലും നമ്മുടെ കുട്ടികളെ മദ്രസയിൽ വിടുന്നുണ്ട്. നമുക്ക് മദ്രസ നടത്താം. അവിടെ ഇസ്ലാമിനെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു മദ്രസ നടത്താൻ ഇപ്പോഴും സാധ്യമല്ല. അത്താതുർക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമങ്ങൾ അങ്ങനെയാണ്. അവിടെ യൂണിവേഴ്സിറ്റികളിൽ ഇസ്ലാമിക് സ്റ്റഡീസ്, നമ്മുടെ ഇന്ത്യയിലെ പല യൂണിവേഴ്സിറ്റികളിലും ഇസ്ലാമിക് സ്റ്റഡീസും അതുപോലെ തന്നെ അറബിക് ഡിപ്പാർട്ട്മെന്റും ഉണ്ട്. അത് തുർക്കിയിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. ഇലാഹിയാത്ത് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവിടെയാണ് ഇസ്ലാം മറ്റു മതങ്ങളോടൊപ്പം പഠിപ്പിക്കപ്പെടുന്നത്. ആ പഠിപ്പിക്കപ്പെടുന്നതിൽ പോലും ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് ആരാധനകൾ ഉള്ള 5 നേരം നമസ്കാരമുള്ള ഒരു മതമാണ്. അത് ഒരു ജീവിത പദ്ധതിയായിട്ട് അവതരിപ്പിക്കുവാൻ പല ആളുകളും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അത് തെറ്റാണ് എന്നാണ് ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഒരു രാജ്യം എങ്ങനെയാണ് ഒരു രാജ്യത്തെ ജനങ്ങളെ ഒരു ഭരണാധികാരി മാറ്റിയെടുത്തത് എന്ന് പഠിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ഒരു ഭരണാധികാരി വിചാരിച്ചാൽ ആ രാജ്യത്തിലെ 10-72 മില്യൺ വരുന്ന ജനങ്ങളെ ഈ വിധത്തിൽ മാറ്റിയെടുക്കാൻ പറ്റുമോ? ഒരു ഭരണാധികാരിക്ക് മാറ്റിയെടുക്കാൻ പറ്റും. കാരണം അത്രയധികം നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അദ്നാൻ മന്ദരീസ് എന്ന് പറയുന്ന തുർക്കിയുടെ പ്രസിഡന്റായി വന്ന ഒരു മനുഷ്യനെ പട്ടാളം തൂക്കിക്കൊന്നു. അത്താതുർക്ക് കമാൽ പാഷയ്ക്ക് ശേഷമാണത്. ഈ അദ്നാൻ മന്ദരീസ് ചെയ്ത തെറ്റാണ് എന്താണെന്ന് ചോദിച്ചാൽ അറബിയിൽ ബാങ്ക് കൊടുക്കുവാൻ അനുവദിച്ചു എന്നുള്ളതായിരുന്നു. അറബിയിൽ ബാങ്ക് കൊടുക്കാൻ അനുവദിച്ചതോടുകൂടി അത് ഒരു രാജ്യദ്രോഹ കുറ്റമായി. അത്താതുർക്ക് കമാൽ പാഷയുടെ അടിസ്ഥാനങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയായി. അതിന് അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്ന വില സ്വന്തം ജീവനായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ 20-ാം നൂറ്റാണ്ടിൽ സംഭവിച്ച സംഭവങ്ങളാണ്. അപ്പൊ ഇങ്ങനെ ഒരു തുർക്കിയെ ഒരു ഭരണാധികാരി ഇസ്ലാമിൽ നിന്ന് എങ്ങനെയാണ് മാറ്റിയെടുത്തത്? ഒരു പുതിയ ഇസ്ലാമിനെ എങ്ങനെയാണ് അവതരിപ്പിച്ചത്?
ഇത് കാണുമ്പോഴാണ് ഇസ്ലാം എന്തുകൊണ്ടാണ് രാഷ്ട്രീയത്തിനും ഭരണത്തിനും വലിയ പ്രാധാന്യം കൊടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അന്നാസു അലാ ദീനി മുലൂക്കിഹിം, ഭരണാധികാരികൾ കേടുവന്നാൽ ആ രാജ്യവും ജനങ്ങളും കേടുവന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഭരണാധികാരികൾ നന്നായാൽ ആ രാജ്യവും ജനങ്ങളും നന്നായി എന്നാണ് അതിന്റെ അർത്ഥം. വളരെ വ്യക്തമാണിത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിൽ പ്രവാചകൻ ഇസ്ലാമിനെ പറ്റി വെറും ദഅവത്ത് നടത്തി അവസാനിപ്പിക്കാതെ ഒരു രാഷ്ട്രമുണ്ടാക്കാൻ ശ്രമിച്ചത്. 13 കൊല്ലക്കാലം മക്കയിൽ പ്രബോധനം നടത്തി. മക്കയിൽ ഒരു രാഷ്ട്രമുണ്ടാക്കാൻ കഴിയില്ല എന്ന് തോന്നിയപ്പോൾ മദീനയിലേക്ക് പലായനം ചെയ്തു. അവിടെ രാഷ്ട്രം ഉണ്ടാക്കിയെടുത്തു പ്രവാചകൻ. അപ്പോ ഇത് ഇസ്ലാമിൽ വളരെ പ്രധാനമായ ഒരു സംഗതിയായതുകൊണ്ടാണ് പ്രവാചകന്മാരെ നിയോഗിച്ചത് തന്നെ. ലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ യഅബ്ദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. എല്ലാ സമുദായങ്ങളിലും സമൂഹങ്ങളിലും നാം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. 2 കാര്യങ്ങളാണ് അവരെ ഏൽപ്പിച്ചത്. ഒന്ന്, ജനങ്ങളോട് പറയണം അള്ളാഹുവിന് മാത്രമേ നിങ്ങൾ ഇബാദത്ത് ചെയ്യാവൂ. രണ്ടാമത് അവരോട് പറഞ്ഞത് വജ്തനിബുത് താഗൂത്ത്, താഗൂത്തുകളെ വെടിയണം എന്നുള്ളതായിരുന്നു. ആരാണ് താഗൂത്ത്? താഗൂത്തിൽ ശൈത്താൻ പെടും, താഗൂത്തിൽ ജിന്നുകളുണ്ട് എന്ന് മാത്രമല്ല, താഗൂത്ത് എന്ന് പറഞ്ഞാൽ അത് 5 എണ്ണമുണ്ട് എന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വിശദീകരിച്ചുകൊണ്ട്, ലോകത്തെ സലഫി ആചാര്യനാണ് അദ്ദേഹം ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. താഗൂത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നു, രണ്ടാമത്തെ താഗൂത്ത് അല്ലദീ യഹ്കുമു ബിഗൈരി മാ അൻസലല്ലാഹ്, അല്ലാഹു ഇറക്കിയതനുസരിച്ച് ഭരണം നടത്താത്ത ഭരണാധികാരി താഗൂത്താണ്. അൽ ഹാക്കിമുൽ ജായിറുൽ മുഗയ്യിർ ലിഅഹ്കാമില്ലാഹ്, അള്ളാഹുവിന്റെ നിയമങ്ങളെ മാറ്റിമറിക്കുന്ന അക്രമിയായ ഭരണാധികാരി താഗൂത്താണ്. അപ്പോ അള്ളാഹുവിന്റെ നിയമമനുസരിച്ച് ഭരണം നടത്താത്ത ഭരണാധികാരികളെ വെടിയുക എന്നുള്ളത് എല്ലാ പ്രവാചകന്മാരെയും അള്ളാഹു ഏൽപ്പിച്ച 2 ദൗത്യത്തിൽ ഒരു ദൗത്യമായിരുന്നു എന്ന് വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഇസ്ലാമിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയാണ്. നിയമം നിർമ്മിക്കുവാനുള്ള അധികാരം ആർക്ക് എന്ന ചോദ്യമാണ് രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനമായ ചോദ്യം. നിയമം നിർമ്മിക്കാനുള്ള അധികാരം അള്ളാഹുവിന് മാത്രമാണ് എന്നാണ് ഇസ്ലാമിക രാഷ്ട്രീയം പറയുന്നത്. ജനങ്ങൾക്ക് നിയമമുണ്ടാക്കാനുള്ള അധികാരം ഇല്ല എന്നാണ് ഇസ്ലാം വളരെ വ്യക്തമായി പറയുന്നത്. കാരണം ജനങ്ങൾ നിയമങ്ങൾ ഉണ്ടാക്കിയാൽ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് അവർ നിയമം ഉണ്ടാക്കുക. അങ്ങനെയാണ് ബ്രിട്ടീഷ് പാർലമെന്റ് ഉഭയകക്ഷി സമ്മതത്തോടുകൂടി വ്യഭിചാരം അനുവദനീയമാണ് എന്ന് 60 ആളുകൾ 100 ആളുകളിൽ 60 ആളുകൾ കൈവക്കിക്കൊണ്ട് നിയമം പാസാക്കുന്നത്, നമ്മുടെ രാജ്യത്തും നിയമം പാസാക്കുന്നത്. ഇത് ഇസ്ലാമിന് അനുവദിക്കാൻ സാധ്യമല്ല. ധർമ്മവും നീതിയും തീരുമാനിക്കുന്നത് പടച്ചവനാണ്, അത് മനുഷ്യന്മാരല്ല എന്നാണ് ഇസ്ലാം പറയുന്നത്. മനുഷ്യന്മാരെ തീരുമാനിക്കാൻ തുടങ്ങിയാൽ അവരുടെ ഇച്ഛകൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ച് അവർ തീരുമാനങ്ങൾ എടുക്കും. അങ്ങനെ വരുമ്പോൾ ലോകത്ത് അതിന്റെ കുഴപ്പങ്ങളുണ്ടാകും. അപ്പൊ ഈ കുഴപ്പങ്ങൾക്ക് തടയിടാൻ വേണ്ടിയിട്ടാണ് നിയമനിർമ്മാണ അധികാരം അള്ളാഹുവിന് മാത്രമാണ് എന്ന് ഇസ്ലാം പറയുന്നത്. ഈ അടിസ്ഥാനത്തിലുള്ള ഭരണത്തെ അത് കെട്ടിപ്പൊക്കിയത് പ്രവാചകൻ അങ്ങനെ ഒരു ഭരണത്തെ സ്ഥാപിച്ചെടുത്തത്. ഈ ഭരണവും ദീനും എന്ന് പറയുന്നത് പണ്ഡിതന്മാര്, ഇമാം ഗസാലിയെ പോലുള്ള പണ്ഡിതന്മാര് പറയുന്നത് അത് തൗഅമാനി, 2 ഇരട്ടകളാണ് എന്നാണ്. 2 ഇരട്ടകളാണ്. ഇരട്ടകളെ വേർപെടുത്താൻ സാധ്യമല്ല. ഇത് 2 ഇരട്ടകളാണ്. അദ്ദീനു അസ്ലുൻ വൽ ഹുക്മു ഹാരിസുൻ. ഇമാം ഗസാലി പറയുന്നത് ദീൻ എന്ന് പറയുന്നത് അസ്ലാണ്, ഭരണം എന്ന് പറയുന്നത് ഈ അസ്ലിനെ കാവൽ നിൽക്കുന്ന കാവൽക്കാരനാണ് എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു ഫമാല അസ്ലലഹു ഫഹുവ മഹ്ദൂമുൻ. അസ്ല് അടിത്തറയില്ലാത്ത ഒരു സംഗതി തകരും. ദീൻ എന്ന് പറയുന്നത് അസ്ലാണ്. അതുപോലെ തന്നെ വമാല ഹാരിസലഹു ഫലായിഹുൻ, കാവൽക്കാരൻ ഇല്ലാത്ത ഒരു സംഗതി നഷ്ടപ്പെട്ടു പോകും, അതില്ലാതാകും. അപ്പൊ ദീനിനെ സംരക്ഷിച്ചു നിർത്തുന്ന കാവൽക്കാരനാണ് ഭരണാധികാരി, ഭരണം എന്നാണ് ഇമാം ഗസാലി പറഞ്ഞിട്ടുള്ളത്. ഇപ്പോ ഇതൊക്കെ ഖുർആനും സുന്നത്തും അതുപോലെ തന്നെ പ്രാമാണികന്മാരായ പണ്ഡിതന്മാരും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. ദീനും അതുപോലെ തന്നെ ഭരണവും ഇത്ര അഭേദ്യമായ ബന്ധമുണ്ട്. ഈ ഭരണം അള്ളാഹുവിന്റെ നിയമമനുസരിച്ചല്ലെങ്കിൽ അത് ലോകത്തെയും ജനങ്ങളെയും കേടുവരുത്തും. ഒരു ഭരണാധികാരി നന്നായാൽ ജനങ്ങൾ നന്നായി. അന്നാസു അലാ ദീനി മുലൂക്കിഹിം യഥാ രാജ തഥാ പ്രജ. എങ്ങനെയാണോ രാജാവുള്ളത് അങ്ങനെയായിരിക്കും പ്രജകളുമുള്ളത് എന്ന് നമുക്ക് വളരെ പ്രസിദ്ധമായ ഒരു പഴഞ്ചൊല്ലാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഖലീഫയെ മാറ്റിക്കൊണ്ട്, ഖിലാഫത്തിനെ മാറ്റിക്കൊണ്ട് മതനിഷേധിയായ അത്താതുർക്ക് കമാൽ പാഷ അധികാരമേറ്റെടുത്തതോടുകൂടി 70-72 മില്യൺ വരുന്ന ജനങ്ങളെ മുഴുവനും അയാൾ മാറ്റിയെടുത്തു എന്നുള്ളതാണ്.
അയാൾ വിചാരിച്ച, ഇസ്ലാമിന്റെ ശത്രുക്കൾ വിചാരിച്ച വിധത്തിൽ ഒരു ജനതയെ പിന്നെ ആകപ്പാടെ മാറ്റിയെടുത്തു. ഇപ്പോൾ പോലും വളരെ പുരോഗമിച്ചിട്ട് പോലും അവിടെയുള്ള തുർക്കിയിലെ പൗരന്മാർക്ക് ഒരു മദ്രസ നടത്തണം എന്ന് വിചാരിച്ചാൽ അത് സാധ്യമല്ല. ഇസ്ലാമിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുവാൻ ഒരു സംഘടന ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ അത് സാധ്യമല്ല. കാരണം തുർക്കി ഭരണഘടനയിൽ ഇതിനൊക്കെ വിരുദ്ധമായിട്ടാണ് കാര്യങ്ങൾ എഴുതി വച്ചിരിക്കുന്നത്. പട്ടാളമാണ് ഭരണം നടത്തിയിരുന്നത്, ഇതുവരെ ഭരണാധികാരികളായിരുന്നില്ല, പട്ടാളമാണ് ഭരണം നടത്തിയിരുന്നത്. നജമുദ്ദീൻ അർബക്കാൻ പലപ്പോഴും പ്രധാനമന്ത്രിയും ഉപപ്രധാനമന്ത്രിയും ഒക്കെ ആയെങ്കിലും ഒരു തവണ പോലും അദ്ദേഹത്തെ അധികാരത്തിൽ തുടരാൻ അനുവദിച്ചില്ല. ഇസ്ലാമിൽ വിശ്വസിക്കുന്ന, തുർക്കി എന്ന് പറയുന്നത് ഇസ്ലാമിക പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ് എന്ന് വിശ്വസിക്കുന്ന അദ്ദേഹത്തെ ജനങ്ങൾ ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം അദ്ദേഹത്തിന്റെ കക്ഷി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടും പട്ടാളം അദ്ദേഹത്തിന്റെ അധികാരങ്ങളെ അട്ടിമറിച്ചു. അദ്ദേഹത്തെ ഭരണത്തിൽ നിന്ന് പുറത്താക്കി. പലപ്പോഴും അദ്ദേഹം ജയിലുകളിൽ കഴിയേണ്ടി വന്നു. ഇങ്ങനെയാണ് തുർക്കി എന്ന് പറയുന്ന രാജ്യത്തിന്റെ അവസ്ഥ ഉണ്ടായത്. ഈ തുർക്കി എന്ന് പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിന്റെ ഏറ്റവും സമ്പന്നമായ പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ്, നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇസ്തംബൂൾ നഗരം നമ്മൾ സന്ദർശിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കാരണം തല ഉയർത്തി നിൽക്കുന്ന പള്ളികൾ എത്ര നൂറ്റാണ്ട്, 14, 15 നൂറ്റാണ്ടുകളിൽ 500 വർഷമായ പള്ളികളാണ്. 500, 600 വർഷമായ പള്ളികൾ ഇപ്പോഴും യാതൊരുവിധ കേടുപാടുകളുമില്ലാതെ തുർക്കികളുടെ ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ കലാസൗന്ദര്യം, ഇസ്ലാം എത്രത്തോളം കലാസൗന്ദര്യത്തെ ആദരിക്കുന്നു എന്നതിന്റെ തെളിവായി നമുക്ക് ഇപ്പോഴും അതിന്റെ ബിംബങ്ങളായി, പ്രതീകങ്ങളായി തുർക്കിയിലെ ഈ എടുപ്പുകളെ കാണാൻ പറ്റും. ഉണ്ടാക്കി വച്ചിരിക്കുന്ന കലാപൂർണമായ സുന്ദരമായ കെട്ടിടങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനം പള്ളികൾ തന്നെയാണ്. പള്ളികളുടെ മിനാരങ്ങൾ, അതിന്റെ ചാരുത, അതിന്റെ സൗന്ദര്യം ഇസ്ലാമിനെ ഒരിക്കലും തുർക്കിയിൽ നിന്ന് മാറ്റി നിർത്താൻ സാധ്യമല്ല. കാരണം അതിന്റെ പാരമ്പര്യങ്ങൾ മുഴുവനും അവിടെ അവശേഷിക്കുകയാണ്. മഹാനായ മുഹമ്മദ് അൽ ഫാത്തിഹിന്റെ നാടാണ് ഇസ്തംബൂൾ. നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മുമ്പ് തന്നെ പറഞ്ഞിരുന്നു, ലതഫ്തഹുന്നൽ ഖുസ്തന്തീനിയ, ലതഫ്തഹുന്നൽ ഖുസ്തന്തീനിയ, നിങ്ങൾ കോൺസ്റ്റന്റിനോപ്പിൾ അതിജയിക്കും, ജയിച്ചടക്കും. മക്കയിൽ സ്വന്തമായി ഒന്നുമില്ലാതിരുന്ന കാലത്താണ് റസൂൽ ഈ പ്രവചനം നടത്തുന്നത്. കോൺസ്റ്റന്റിനോപ്പിൾ നിങ്ങൾ കീഴടക്കും, റോമാ സാമ്രാജ്യത്തിന്റെ പിന്നെ ഭാഗമാണ്. ഈ കോൺസ്റ്റന്റിനോപ്പിൾ കീഴടക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് മുആവിയയുടെ കാലം മുതൽ കോൺസ്റ്റന്റിനോപ്പിൾ കീഴടക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. 1, 2 വട്ടമല്ല, എത്രയോ ദശക്കണക്കിന് തവണ കോൺസ്റ്റന്റിനോപ്പിൾ ജയിച്ചടക്കാൻ മുസ്ലിങ്ങൾ ശ്രമിച്ചു. പക്ഷെ അപ്പോഴൊക്കെ പരാജയപ്പെട്ടു. കോൺസ്റ്റന്റിനോപ്പിൾ ജയിച്ചടക്കാൻ സാധ്യമല്ലായിരുന്നു. കാരണം ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ചുറ്റുപാടും മലകൾ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു നഗരമാണ് കോൺസ്റ്റന്റിനോപ്പിൾ എന്ന് പറയുന്നത്. അങ്ങോട്ട് കടക്കുക അസാധ്യമാണ് ഒരു സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം. ഇങ്ങനെ വന്നപ്പോഴാണ് മുഹമ്മദ് അൽ ഫാത്തിഹ് ഈ സാഹസത്തിന് ഒരുമ്പെടാൻ തീരുമാനിച്ചത്. ചെറുപ്പകാലത്ത് ഒന്നിനും ശ്രദ്ധയില്ലാത്ത ഒരു കുട്ടിയായിരുന്നു മുഹമ്മദ് അൽ ഫാത്തിഹ്. പക്ഷെ അദ്ദേഹത്തെ ഇസ്മായിലുൽ ഖുറാനി എന്ന് പറയുന്ന ഒരു വലിയ ഷെയ്ഖ്, അദ്ദേഹത്തിന്റെ പിതാവ് രാജാവ് മുറാദ് അദ്ദേഹത്തെ ഈ ഷെയ്ഖിനെ ഏൽപ്പിച്ചുകൊണ്ട് കുട്ടിയെ വളർത്താൻ ഏൽപ്പിച്ചു. അങ്ങനെ കുട്ടിയെ അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്നു. ആദ്യമൊന്നും ഉസ്താദിനെ സ്വീകരിക്കാതിരുന്ന ഈ കുട്ടി കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഇസ്മായിലുൽ ഖുറാനിയുടെ കഴിവുകൊണ്ട് കുട്ടി ഉസ്താദ് എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ഈ കുട്ടിയെ വളർത്തിക്കൊണ്ടുവന്നപ്പോൾ ഉസ്താദ് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസുണ്ട്, ലതഫ്തഹുന്നൽ ഖുസ്തന്തീനിയ, നിങ്ങൾ കോൺസ്റ്റന്റിനോപ്പിൾ ജയിച്ചടക്കും. ഫനിഅമൽ ജയ്ഷു ജയ്സഹ, കോൺസ്റ്റന്റിനോപ്പിൾ ജയിച്ചടക്കുന്ന ആ സൈന്യം എത്ര നല്ല സൈന്യമായിരിക്കും. ഫനിഅമൽ അമീറു അമീറുഹ, ഈ കോൺസ്റ്റന്റിനോപ്പിൾ ജയിച്ചടക്കുന്ന സൈന്യത്തിന്റെ അമീർ എത്ര നല്ല അമീറായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇസ്മായിലുൽ ഖുറാനി ഷെയ്ഖ് കുട്ടിയോട് ചോദിച്ചു, ആ അമീർ ആകണ്ടേ നിനക്ക്? കോൺസ്റ്റന്റിനോപ്പിൾ ജയിച്ചടക്കുന്ന അധിപതി ആകണ്ടേ നിനക്ക്? അത് നിനക്ക് സാധ്യമാണ്. റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ചെറുപ്പക്കാരനായിരിക്കും കോൺസ്റ്റന്റിനോപ്പിൾ ജയിച്ചടക്കുക, വലിയ ഒരാളായിരിക്കുകയില്ല. അപ്പോ മുഹമ്മദ് അൽ ഫാത്തിഹിന് തോന്നാൻ തുടങ്ങിയത് ഞാൻ തന്നെയാണ്, കോൺസ്റ്റന്റിനോപ്പിൾ ഞാൻ ജയിച്ചടക്കും എന്ന് തീരുമാനിച്ചുകൊണ്ട് ഈ കുട്ടി അതിനുള്ള പദ്ധതികൾ തയ്യാറാക്കാൻ തുടങ്ങി. അങ്ങനെ 21 22 വയസ്സിലാണ് കോൺസ്റ്റന്റിനോപ്പിൾ മുഹമ്മദ് അൽ ഫാത്തിഹ് ജയിച്ചടക്കുന്നത്. അദ്ദേഹം സൈന്യത്തെ ഒരുക്കി കമാൻഡർ നിശ്ചയിച്ചു. ഒന്നാമത്തെ ശ്രമത്തിൽ പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹം കമാൻഡറെ മാറ്റി അദ്ദേഹം തന്നെ നേർക്കുനേരെ രംഗത്ത് വന്നു.
എന്നിട്ട് അദ്ദേഹത്തിന്റെ സൈന്യത്തോട് അദ്ദേഹം പറഞ്ഞു, നമ്മൾ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് പോരാടിയേ പറ്റൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാഗ്ദാനമുണ്ട്, കോൺസ്റ്റന്റിനോപ്പിൾ ജയിച്ചടക്കും, നമ്മളത് ജയിച്ചടക്കും, അതുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ സൈന്യത്തിന് കൽപ്പന കൊടുത്തു. അദ്ദേഹം നേതൃത്വം ഏറ്റെടുത്തു. ചരിത്രം വായിച്ചാൽ നമ്മൾ അത്ഭുതപ്പെടും. അങ്ങനെ ചുറ്റുപാടും കടലാണ്. ഈ കടലിലൂടെ ആക്രമിക്കാൻ വരുന്ന ഏത് കപ്പലുകളെയും മുകളിൽ നിന്ന് ആക്രമണം നടത്തിക്കൊണ്ട് തുരത്തുക എന്ന് പറയുന്നത് കോൺസ്റ്റന്റിനോപ്പിൾ രാജാവിന് എളുപ്പമായിരുന്നു. അതുകൊണ്ട് കോൺസ്റ്റന്റിനോപ്പിൾ ജയിച്ചെടുക്കാൻ സാധ്യമല്ലായിരുന്നു. അങ്ങനെ ഇദ്ദേഹം മുഹമ്മദ് അൽ ഫാത്തി അവസാനം ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പുറത്തുള്ള മലയിൽ എണ്ണ ഒഴിച്ച് അദ്ദേഹം ഉണ്ടാക്കിയ കപ്പൽ കടലിലൂടെ വെള്ളത്തിലൂടെ കൊണ്ടുപോകുന്നതിന് പകരം ഈ മലക്ക് മുകളിലൂടെ അദ്ദേഹം കപ്പൽ വലിച്ചു. എണ്ണ ഒഴിച്ച് കപ്പല് മലക്ക് മുകളിലൂടെ വലിച്ചു. അങ്ങനെ സാധാരണയായി കപ്പലുകൾ വരാറുള്ള കടലിലൂടെ വരാതെ മലക്ക് മുകളിലൂടെ അദ്ദേഹം കപ്പൽ വലിച്ച് പൊടുന്നനെ, ഒരിക്കലും രാജാവും സൈന്യവും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ പൊടുന്നനെ മലക്ക് മുകളിലൂടെ അദ്ദേഹം കപ്പലിനെ വലിച്ച് കടലിൽ ഇറക്കുകയും കടലിൽ നിന്ന് തുരുതുര ആക്രമണം നടത്തുകയും ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹം ഈ മലകളാൽ ചുറ്റപ്പെട്ട കോൺസ്റ്റന്റിനോപ്പിളിന്റെ അകത്തേക്ക് കടക്കുന്നത്. രാജാവിന് ഒരിക്കലും പ്രതീക്ഷിക്കാനും സങ്കല്പിക്കാനും കഴിയാത്ത യുദ്ധതന്ത്രമാണ് മുഹമ്മദ് അൽ ഫാത്തി നടത്തിയത്. നിലത്തുകൂടെ കപ്പൽ വലിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അത് നിലമല്ല, മലയാണ്. ഈ മലയും പാറയുമുള്ള ഈ പ്രദേശത്തുകൂടെ എണ്ണ ഒഴിച്ചുകൊണ്ട് അദ്ദേഹം കപ്പൽ വലിച്ച് അപ്പുറത്തേക്ക് കടലിലേക്ക് പൊടുന്നനെ, ഇവര് കാവൽ നിൽക്കാത്ത ഭാഗത്ത് പൊടുന്നനെ ഇതിറക്കുകയും അങ്ങനെ ആക്രമണം നടത്തുകയും അങ്ങനെ 22ാമത്തെ വയസ്സിൽ ഈ കോൺസ്റ്റന്റിനോപ്പിൾ ജയിച്ചടക്കുകയും ചെയ്തു. മുഹമ്മദ് അൽ ഫാത്തിഹ് മസ്ജിദുണ്ട് ഇസ്തംബൂളിൽ, അദ്ദേഹത്തിന്റെ പള്ളി, വലിയ ഒരു പള്ളി. ആ പള്ളിയോട് ചേർന്ന് അദ്ദേഹത്തിന്റെ ഖബറിടമുണ്ട്. നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും അവിടെ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഖബറിങ്കിൽ ഇരുന്നു കൊണ്ട് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ അവിടെ ഇരുന്ന് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ ദിവസവും ഈ മുഹമ്മദ് അൽ ഫാത്തിഹിനെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഖബറിടത്തെങ്കിൽ എത്തുന്നു. ആ ഖബറിന്റെ മുകളിൽ ഈ ഹദീസ് എഴുതി വെച്ചിട്ടുണ്ട്, ലതഫ്തഹുന്നൽ ഖുസ്തന്തീനിയ, നിങ്ങൾ കോൺസ്റ്റന്റിനോപ്പിൾ ജയിച്ചടക്കും. ഫനിഅമൽ ജയ്ഷു ജയ്ഷഹ, കോൺസ്റ്റന്റിനോപ്പിൾ ജയിച്ചടക്കുന്ന ആ സൈന്യം എത്ര നല്ല സൈന്യം. ഫനിഅമൽ അമീറു അമീറഹ, ആ സൈന്യത്തിന്റെ അമീർ എത്ര നല്ല അമീർ എന്ന ഹദീസ്, റസൂലിന്റെ ഹദീസ് അതിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത്, ഇങ്ങനെ വലിയ പാരമ്പര്യമുള്ള ഒരു രാജ്യത്തെയാണ് അത്താതുർക്ക് കമാൽ പാഷ ഈ വിധത്തിൽ മാറ്റിയെടുത്തത്. പക്ഷേ ഖുർആൻ പറഞ്ഞിട്ടുള്ള ഇതുപോലെ ഇങ്ങനെയൊക്കെ ഇസ്ലാമിന്റെ ശത്രുക്കൾ വലിയ വലിയ ഗൂഢാലോചനകൾ നടത്തുമെങ്കിലും യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, അവരുടെ വായ കൊണ്ട് അള്ളാഹുവിന്റെ വെളിച്ചത്തെ ഊതിക്കെടുത്തുവാൻ അവർ ഉദ്ദേശിക്കുന്നു. വയർബല്ലാഹു ഇല്ലാ അൻ യുതിമ്മ നൂറഹു, അള്ളാഹു പക്ഷേ സമ്മതിക്കുകയില്ല. അള്ളാഹു അവന്റെ പ്രകാശത്തെ പൂർത്തീകരിച്ചിട്ടേ അടങ്ങൂ. ഇത് ഇവരുടെയും ഈ പ്രപഞ്ചത്തിന്റെയും ഈ ഭൂമിയുടെയും അത്താതുർക്കിന്റെയും തുർക്കിയുടെയും ഒക്കെ രാജാതിരാജനായ പടച്ചതമ്പുരാന്റെ തീരുമാനം. ഇവർ അവരുടെ വായ കൊണ്ട് ഇതിനെ ഊതിക്കെടുത്താൻ ശ്രമിക്കുമെങ്കിലും അനുവദിക്കുകയില്ല. അള്ളാഹു സമ്മതിക്കുകയില്ല. ഇല്ല അൻ യുതിമ്മ നൂറഹു, അവനവന്റെ ഈ പ്രകാശത്തെ പൂർത്തീകരിച്ചേ അടങ്ങൂ. അത് ശത്രുക്കൾക്ക് വലൗ കരിഹൽ കാഫിറൂൻ, പടച്ചവനെ നിഷേധിക്കുന്നവർക്ക് അത് ഇഷ്ടമില്ലെങ്കിലും അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്, അല്ലാഹു അവന്റെ പ്രവാചകനെ ദീനും അതുപോലെ തന്നെ സന്മാർഗവുമായിട്ട് പറഞ്ഞയച്ചിട്ടുള്ളത് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി, ലോകത്തുള്ള സകല പ്രത്യയശാസ്ത്രങ്ങളെയും പ്രസ്ഥാനങ്ങളെയും അതിജയിച്ചുകൊണ്ട് പടച്ചതമ്പുരാന്റെ ഭൂമിയിൽ പടച്ചതമ്പുരാന്റെ ദീനിന് ആധിപത്യം നൽകണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് പ്രവാചകനെ നിയോഗിച്ചിട്ടുള്ളത് എന്നല്ലാഹു വളരെ വ്യക്തമായി പറയുന്നു. വലൗ കരിഹൽ മുശ്രിക്കൂൻ, അത് മുശ്രിക്കുകൾക്ക് ഇഷ്ടമില്ലെങ്കിലും അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതാണ് സഹോദരന്മാരെ തുർക്കിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ബ്രിട്ടീഷുകാരും സിയോണിസ്റ്റുകളും ഗൂഢാലോചന നടത്തി ഖിലാഫത്ത് തകർത്തു. അത്താതുർക്ക് വന്നു, ബാങ്ക് നിരോധിച്ചു, അറബി ഭാഷ നിരോധിച്ചു, ഖുർആൻ പഠിക്കുന്നത് നിരോധിച്ചു, മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിരോധിച്ചു, എല്ലാം ചെയ്തു. പർദ്ദ നിരോധിച്ചു, മക്കനെ നിരോധിച്ചു, ഒക്കെ ചെയ്തിട്ട് എന്ത് സംഭവിച്ചു? ഇപ്പൊ എന്താണ് തുർക്കിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതറിയുമ്പോഴാണ് ഈ ആയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഇന്ന് ഇങ്ങനെയൊക്കെയാണ് തുർക്കിയിലെങ്കിലും ഇപ്പോൾ തുർക്കിയിൽ അധികാരത്തിലെത്തിയിരിക്കുന്നത് ഹിസ്ബുൽ അദാല വത്തൻമിയ,
ജസ്റ്റിസ് ആൻഡ് ഡെവലപ്മെന്റ് പാർട്ടി എന്ന് പറയുന്ന സമ്പൂർണ്ണ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന റജബ് തയ്യിബ് ഉർദുഗാൻ എന്ന് പറയുന്ന അപാര വ്യക്തിത്വത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു കക്ഷിയാണ്. തുർക്കിയിൽ എങ്ങനെയാണ് ഒരു പ്രസിഡന്റിനെ കൊന്ന അർബക്കാൻ പലപ്പോഴും അധികാരത്തിൽ വന്ന് ഇസ്ലാമുണ്ട് എന്ന കാരണത്താൽ അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് പട്ടാളം പുറത്താക്കിയ അതേ തുർക്കിയിൽ ഇസ്ലാം ഒരു സമ്പൂർണ്ണ ജീവിത പദ്ധതിയാണ്, അതിന് സ്വന്തമായ ഒരു സാമ്പത്തിക വ്യവസ്ഥയും രാഷ്ട്രീയ വ്യവസ്ഥയും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഉർദുഗാന്റെ പാർട്ടി അധികാരത്തിൽ വന്നിരിക്കുന്നു. അദ്ദേഹം വളരെ സമർത്ഥമായി അദ്ദേഹത്തിന്റെ പാർട്ടിയെ അധികാരത്തിൽ എത്തിച്ചിരിക്കുന്നു. ഒരു സെക്യുലർ സമൂഹത്തിൽ ഇസ്ലാമിക രാഷ്ട്രീയത്തിന് ഒരു ദൗത്യമുണ്ട് എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുന്നു. അദ്ദേഹം എപ്പോഴും ഇസ്ലാമിനെ പറ്റി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയല്ല അദ്ദേഹം ചെയ്യുന്നത്. വളരെ തന്ത്രപൂർണമായി അദ്ദേഹം അധികാരത്തിലെത്തി ഇസ്ലാമിനെ പറ്റി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയല്ല അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹം ഒരു റൊട്ടി കച്ചവടക്കാരനായിരുന്നു. ഇസ്തംബൂൾ നഗരത്തിലെ പാവപ്പെട്ട ഒരു പയ്യൻ. ഇസ്തംബൂൾ നഗരത്തിന്റെ ഏത് മുക്കുമൂലങ്ങളും അദ്ദേഹത്തിന് അറിയാം. അവിടെയൊക്കെ സൈക്കിളിൽ റൊട്ടിയുമായിട്ട് അദ്ദേഹം പോയിട്ടുണ്ട്. വളരെ സാധു കുടുംബത്തിലായിരുന്നു അദ്ദേഹം. പക്ഷെ അദ്ദേഹം വളർന്നു വന്നു. അദ്നാൻ മെൻഡലീസ് എന്ന് പറയുന്ന തുർക്കിയുടെ പ്രസിഡന്റിനെ കൊന്നപ്പോ, പട്ടാളം തൂക്കിലേറ്റിയപ്പോ അദ്ദേഹത്തിന്റെ ഉപ്പ വീട്ടിലിരുന്ന് നിശബ്ദമായി കരഞ്ഞത് അദ്ദേഹത്തിന് ഓർമ്മയുണ്ട്. പരസ്യമായിട്ട് ഒരാൾക്കന്ന് കരയാൻ പോലും കഴിയില്ലായിരുന്നു. ആ ഉപ്പയോടൊപ്പം വന്ന് കരഞ്ഞ ഒരു കുട്ടിയായിരുന്നു ഉർദുഗാൻ. ആ ഉർദുഗാൻ വളർന്നു വന്ന് അർബക്കാന്റെ ശിഷ്യനായി അർബക്കാന്റെ നിലപാടിൽ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി നമ്മൾ ഇസ്ലാമിനെ പറ്റി വല്ലാതെ വർത്തമാനങ്ങൾ പറയാതെ എന്താണ് ഇസ്ലാം, എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് തുർക്കി ജനതയെ വീണ്ടെടുക്കണം എന്ന് അദ്ദേഹം തീരുമാനിക്കുകയും അദ്ദേഹം വളർന്ന് അദ്ദേഹം ആദ്യമായി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുകയും അങ്ങനെ ഇസ്തംബൂൾ നഗരത്തിന്റെ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അദ്ദേഹം ചെയർമാനായപ്പോൾ ഇസ്തംബൂൾ നഗരത്തിന്റെ മുഖച്ഛായ അദ്ദേഹം മാറ്റിയെടുത്തു. അങ്ങനെ യുഎന്നിന്റെ ലോകത്തിലെ ഏറ്റവും നല്ല മുനിസിപ്പാലിറ്റിക്കുള്ള അവാർഡ് അദ്ദേഹം നേടിയെടുത്തു. അദ്ദേഹം ഒരു മുനിസിപ്പാലിറ്റി എങ്ങനെയാണ് ഭരിക്കേണ്ടത് എന്ന് കാണിച്ചു കൊടുത്തു. അതോടുകൂടി തുർക്കി ജനതയ്ക്ക് അദ്ദേഹത്തിൽ വിശ്വാസമായി. അങ്ങനെയാണ് പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ പുതിയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഒരു കൈ നോക്കുന്നത്. അങ്ങനെ 340 സീറ്റുകളോടെ അദ്ദേഹത്തിന്റെ പാർട്ടി ഭരണകക്ഷിയാകുന്നത്. ഇന്ന് അദ്ദേഹമാണ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കക്ഷിയാണ്. ഈ ഉർദുഗാനാണ് ഏറ്റവും ഒടുവിൽ ഗസയിലേക്ക് കപ്പലയക്കുവാനുള്ള തീരുമാനമെടുക്കുന്നത്. ഗസയിൽ 15 ലക്ഷം ആളുകളെ പട്ടിണിക്കിട്ട് ഇസ്രായേൽ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വിധത്തിലും അത് അവസാനിപ്പിക്കുന്നില്ല എന്ന് കണ്ടപ്പോ അദ്ദേഹം സ്വീകരിച്ച തന്ത്രപ്രധാനമായ ഒരു സ്റ്റെപ്പായിരുന്നു അങ്ങോട്ട് കപ്പലയക്കുക എന്നത്. അങ്ങനെ അരിയും സാധനങ്ങളും അത്യാവശ്യ വിഭവങ്ങളും ഒക്കെയായി അദ്ദേഹം ആസൂത്രണം ചെയ്തതനുസരിച്ച് കപ്പൽ പുറപ്പെടുകയും ഈ കപ്പലിലുള്ള ഇസ്രായേലിന്റെ അതിർത്തിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ അവരുടേതല്ലാത്ത വെള്ളത്തിൽ കടലിൽ വെച്ച് തന്നെ ഇസ്രായേൽ ഇതിനെ ആക്രമിക്കുകയും അങ്ങനെ 9 പേരെ കൊല്ലുകയും ചെയ്തത്. അതിൽ അധിക പേരും തുർക്കി പൗരന്മാരായിരുന്നു. അപ്പോ ഇതോടുകൂടി ഇത് ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റി. തുർക്കി മാത്രമല്ല, ഉർദുഗാൻ ചെയ്തത് യൂറോപ്പിനെയും ഇതിൽ കൂട്ടി, യൂറോപ്യൻ രാഷ്ട്രങ്ങളെയും കൂടെ നിർത്തി, യൂറോപ്യൻ പൗരന്മാരെയും കപ്പലിൽ കയറ്റി. അങ്ങനെ യൂറോപ്പിലും അമേരിക്കയിലും ഗസ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് 15 ലക്ഷം വരുന്ന മുസ്ലിങ്ങൾ, അവർ മുസ്ലിങ്ങളായി എന്ന കാരണത്താൽ ഇസ്രായേലിന്റെ ഉപരോധത്തിന് വശംവദരായി നിസ്സഹായരായി കഴിയുന്നു എന്ന് പറയുന്ന മുഖ്യമായ ഒരു വിഷയത്തെ ലോകത്തിന്റെ പ്രത്യേകിച്ചും യൂറോപ്പിലെയും അമേരിക്കയിലെയും പൗരന്മാരുടെ ശ്രദ്ധയിലേക്ക് വളരെ സമർത്ഥമായി അദ്ദേഹം കൊണ്ടുവന്നു. ഇതോടുകൂടി ഇസ്രായേൽ വെട്ടിലായി. ഇന്ന് ഇസ്രായേൽ പ്രതിരോധത്തിലാണ്. എങ്ങനെയാണ് ഇതിനെ മറികടക്കേണ്ടത്? യൂറോപ്പിലും അമേരിക്കയിലും പൗരന്മാരിൽ ഇസ്രായേലിനെതിരെയുള്ള വികാരം ശക്തമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ഇന്ന് പുറത്തു കാണുന്നത് പോലെയല്ല. സിഐഎയുടെ അമേരിക്കൻ രഹസ്യാന്വേഷണ വകുപ്പിന്റെ പുറത്തു ചോർന്ന ഒരു റിപ്പോർട്ട് പറയുന്നത് സിഐഎയുടെ പഠനമനുസരിച്ച് 20 വർഷത്തിലകം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിന് ഇനി ലോകത്തിൽ നിലനിൽപ്പില്ല എന്നാണ്. അത്രയധികം അത് പ്രശ്നത്തിൽ അകപ്പെട്ടു കഴിഞ്ഞു. ഹമാസും ലോകത്ത് തുർക്കിയെപ്പോലുള്ള രാഷ്ട്രങ്ങളും ഒരുക്കി കഴിഞ്ഞിരിക്കുന്ന പ്രതിരോധത്തെ മറികടക്കാൻ കഴിയാതെ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഇന്ന് വെപ്രാളപ്പെടുകയാണ് എന്ന് സിഐഎ അതിന്റെ റിപ്പോർട്ടിൽ പറയുകയും 20 വർഷത്തിനകം ഈ രാഷ്ട്രത്തിന്റെ കഥ കഴിഞ്ഞിരിക്കുമെന്ന് സിഐഎ പ്രവചിക്കുകയും ചെയ്തിരിക്കുന്നു. സിഐഎ നേരത്തെ കമ്മ്യൂണിസത്തിന്റെ പതനവും സോവിയറ്റ് റഷ്യയുടെ പതനവും നേരത്തെ ഇതേ സിഐഎ പ്രവചിച്ചാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മുടെ രാജ്യം ഇന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെയാണ്
ആയുധങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ഏറ്റവും അധികം ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ ടെക്നോളജി കൊടുന്നിറക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മുടെ രാജ്യം അതിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ CIA പോലുള്ള ഏജൻസികളുടെ റിപ്പോർട്ടുകളൊക്കെ വായിക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ കാണിക്കണ്ടേ? തകരാൻ പോകുന്ന ഒരു രാജ്യവുമായി ചങ്ങാത്തം കൂടി ഇന്ത്യ രാജ്യത്തിലെ തീവ്രവാദത്തെയും ഭീകരവാദത്തെയും നേരിടാൻ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദികളെയും ചട്ടമ്പികളെയും ആശ്രയിക്കുന്ന ഒരു ഗതികേടിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരം തരംതാണു പോകുന്നു എന്നാണ് നമ്മൾ സങ്കടത്തോടെ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ മനസ്സിലാക്കേണ്ടത്. അപ്പൊ തുർക്കി ഈ ഒരു സ്റ്റെപ്പ് എടുക്കുകയും അടുത്ത കപ്പലും അയക്കും എന്ന് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഉർദുഗാന്റെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം. അത് ഇന്ന് തുർക്കിയിൽ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു സെക്യുലർ രാഷ്ട്രത്തിൽ ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ പ്രതിനിധാനം സാധ്യമാണ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അത് അർബക്കാനിൽ നിന്നും അല്പം വ്യത്യസ്തമായ ഒരു രീതിയെയാണ് അദ്ദേഹം അവലംബിച്ചിരിക്കുന്നത്. അദ്ദേഹം എപ്പോഴും അത്താതുർക്കിനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. കാരണം അത് തുർക്കിയിൽ ഇപ്പോൾ സാധ്യമല്ല. അങ്ങനെ പറഞ്ഞാൽ ഒരു ഭരണാധികാരിയെ പിറ്റേന്ന് തന്നെ അയാൾക്ക് അധികാരത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും. കാരണം അത്താതുർക്കിനെ ആ രാജ്യത്തിന്റെ ഭരണഘടനയിൽ സ്ഥാനമുള്ള ഒരാളാണ്, രാജ്യശില്പിയായിട്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതിനെ തള്ളിപ്പറയുക പെട്ടെന്ന് സാധ്യമല്ല. അതുകൊണ്ട് ഒരൽപ്പം സാവകാശം അതിന് ആവശ്യമുണ്ട് എന്ന് അദ്ദേഹം വിചാരിക്കുന്നു. അദ്ദേഹം ചെയ്യുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ഒരു ഭരണാധികാരിക്ക് സാധ്യമാണ് എന്ന് തെളിയിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹം മുഖ്യമായ ഊന്നൽ കൊടുത്തത് സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. 10 വർഷം മുമ്പ് ഒരു തുർക്കി പൗരൻ 1 കിലോ ഉള്ളി വാങ്ങാൻ പോയിരുന്നത് ചാക്കിൽ ലീറയുമായിട്ടായിരുന്നു എന്നാണ് പറയുന്നത്. $1 എന്ന് പറഞ്ഞാൽ 1 മില്യണിലധികം ലീറയായിരുന്നു എന്നാണ് പറയുന്നത്. $1 10 ലക്ഷത്തിലധികം ലീറ. അതാണ് പറഞ്ഞത്, തുർക്കി പൈസക്ക് ഒരു വിലയുമില്ലായിരുന്നു. അങ്ങനെ അത്രത്തോളം സാമ്പത്തിക സ്ഥിതി തുർക്കിയുടേത് തകർന്നിരുന്നു. ഈ സന്ദർഭത്തിലാണ് ഉർദുഗാൻ ജനങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നതാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിൽ മുഖ്യമായി ഉയർത്തിയ വിഷയം. ഒറ്റയടിക്ക് ഇസ്ലാമിനെ കൊണ്ടുവരും എന്നല്ല അദ്ദേഹം പറഞ്ഞത്. നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കും എന്നായിരുന്നു. ഞങ്ങൾ ഇതുവരെ നടത്തിയതുപോലുള്ള അഴിമതിയുടെ ഒരു ഭരണകൂടമല്ല ഞങ്ങളുടെ സങ്കല്പത്തിലുള്ളത്. ഞങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ജനസേവനത്തിന്റെ ഒരു മാർഗമായിരിക്കും എന്നായിരുന്നു. ഞങ്ങളുടെ പാർട്ടിയുടെ വരവ് ചെലവ് കണക്ക് ഓരോ വർഷവും ഓഡിറ്റ് ചെയ്ത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും എന്നുള്ളതായിരുന്നു. ഞങ്ങൾ തെരഞ്ഞെടുക്കുന്ന മെമ്പർമാർ, പാർലമെന്റിലേക്ക് മത്സരിപ്പിക്കുന്ന ആളുകൾ വോട്ടെടുപ്പ് നടത്തിയിട്ട് ഏറ്റവും ജനപിന്തുണയുള്ള ആളുകളെയായിരിക്കും ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിർത്തുക എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന ആളുകളുടെ സ്വത്ത് വിവരങ്ങൾ ഞങ്ങൾ മുൻകൂറായി ജനങ്ങളുടെ മുമ്പിൽ പ്രഖ്യാപിക്കും എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഇത് വ്യത്യസ്തമായ ഒരു പാർട്ടിയാണ് എന്ന് തുർക്കി ജനതയെ അദ്ദേഹം ബോധ്യപ്പെടുത്തി. അങ്ങനെ തുർക്കി ജനത അദ്ദേഹത്തിന് വോട്ട് ചെയ്തു. അധികാരത്തിൽ വന്ന ഉടനെ ജനങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അങ്ങനെ ഈ 10 വർഷം കൊണ്ട് അത്ഭുതകരമായ മാറ്റങ്ങളാണ് അദ്ദേഹം തുർക്കിയിൽ ഉണ്ടാക്കിയെടുത്തത്. ഇന്ന് $1 പിന്നെ 1 മില്യണിലധികം 10 ലക്ഷത്തിലധികം ലീറ കൊടുക്കണമായിരുന്നു $1 കിട്ടാൻ. ഇന്ന് $2.5 ലീറ കൊടുത്താൽ പിന്നെ $1 കിട്ടും. ഡോളറിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ലീറ. ഡോളറിന്റെ അതേ വിലയിലേക്ക് തുർക്കി ലീറ വന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് സാമ്പത്തിക വളർച്ചയിൽ 6ാം സ്ഥാനത്ത് തുർക്കി എത്തിക്കഴിഞ്ഞു. അത്യപൂർവമായ സാമ്പത്തിക വളർച്ചയാണ് തുർക്കിയിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വലിയ കയറ്റുമതി രാജ്യത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. പുതിയ പുതിയ ഫാക്ടറികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. IMF-ൽ നിന്ന് ലോണെടുത്ത് തുലഞ്ഞ ഒരു രാജ്യമായിരുന്നു തുർക്കി. അത് ഇന്ന് മടക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് തുർക്കി. ജനങ്ങൾക്ക് ഒരു സഹായവും ഭരണകൂടത്തിൽ നിന്ന് കിട്ടാത്ത ഒരു രാജ്യമായിരുന്നു തുർക്കി. ജനങ്ങൾക്ക് സൗജന്യമായ വീടുകൾ, കുട്ടികൾക്ക് സൗജന്യമായ പുസ്തകങ്ങൾ, സൗജന്യമായ യൂണിഫോം, ഇങ്ങനെ കുറേയധികം പദ്ധതികൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉർദുഗാന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങനെ തുർക്കി ജനതയെ സാമ്പത്തികമായി വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു രാജ്യമായി തുർക്കി മാറി. ഇസ്രായേലിലെ അറബികളെ മുഴുവനും മുട്ടുകുത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ തുർക്കിയെ മുട്ടുകുത്തിക്കാൻ സാധ്യമല്ല എന്ന് ഇസ്രായേലിന് അറിയാം. ഈ കപ്പലിനെ ആക്രമിച്ചപ്പോൾ ഉർദുഗാൻ അദ്ദേഹത്തിന്റെ വിദേശ പര്യടനം വെട്ടിച്ചുരുക്കി തുർക്കിയിൽ തിരിച്ചെത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു,
ഇസ്രായേലുമായിട്ടുള്ള ബന്ധം ഇനി തുടരണമെങ്കിൽ ഈ ചെയ്തത് കൊടിയ അപരാധമാണ്, തെറ്റ് സമ്മതിക്കണം. ഈ രക്തസാക്ഷികളായ ആളുകളുടെ നഷ്ടപരിഹാരം കൊടുക്കണം. ഇങ്ങനെ 2-3 ഉപാധികൾ അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുകയാണ്. ഇത് പാലിക്കാതെ തുർക്കിയുമായി ബന്ധം സാധ്യമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അമേരിക്ക ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് തുർക്കിയിൽ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്, മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഇസ്രായേൽ ഭരണാധികാരികൾ രഹസ്യമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തുർക്കിയുമായിട്ട്, എങ്ങനെയെങ്കിലും ബന്ധം നന്നാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അറബ് രാജ്യങ്ങളെ പോലെ തുർക്കിയെ മുട്ടുമടക്കുക, കുത്തിപ്പിക്കുക സാധ്യമല്ല. ഹുസ്നി മുബാറക്കിനെയും ഈജിപ്തിനെയും ഏതർത്ഥത്തിലും മുട്ടുകുത്തിക്കുവാൻ ജൂതന്മാർക്ക് കഴിയും. കാരണം അവർക്ക് അത്രയേ വിലയുള്ളൂ. അവരുടെ രാജ്യത്ത് ജനാധിപത്യമില്ല. ഹുസ്നി മുബാറക്ക് പോലുള്ള ആളുകൾ ഭരിക്കുന്ന മുസ്ലിം രാജ്യങ്ങളിൽ മിക്കതിലും ജനാധിപത്യമില്ല. എന്തുകൊണ്ടാണ് മുസ്ലിം രാജ്യങ്ങൾക്കൊന്നും ലോകത്ത് ചെയ്യാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് അമേരിക്കയുടെയും ജൂതന്മാരുടെയും മുമ്പിൽ അവരുടെ മുട്ടുവരക്കുന്നത്? അവരുടെ കസേരകൾ നാട്ടിവച്ചിരിക്കുന്നത് മറ്റുള്ളവരുടെ മുതുകിലാണ്. അവരെപ്പോ പാലം വലിച്ചുവോ മുതുക് വലിച്ചുവോ അത് വീഴും. അതുകൊണ്ട് ഒന്ന് പറഞ്ഞാൽ അമേരിക്ക രണ്ടാമത്തെ ഭീഷണി, അധികാരത്തിൽ തുടരണമോ വേണ്ടേ? തുടരണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്യാം. കാരണം ജനങ്ങളുടെ സപ്പോർട്ടില്ല. അവർക്കുള്ള സപ്പോർട്ട് ആയുധത്തിന്റെയും അതുപോലെ തന്നെ പട്ടാളത്തിന്റെയും സപ്പോർട്ടാണ്. അത് അമേരിക്കയുടെയും ജൂതന്മാരുടെയും സപ്പോർട്ടാണ്. അതേസമയം തുർക്കിയിൽ അത് സാധ്യമല്ല. കാരണം തുർക്കിയിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ഭരണകൂടമാണുള്ളത്. ഈ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ഭരണകൂടത്തെ തങ്ങൾ വിചാരിച്ചെടുത്ത് നിർത്തുക എന്ന് പറയുന്നത് ജൂതന്മാർക്കും അമേരിക്കക്കും സാധ്യമല്ല എന്നവർക്കറിയാം. അതുകൊണ്ട് തുർക്കിയുടെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരും എന്ന് ഇസ്രായേലിന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും തുർക്കിയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അമേരിക്കയെ ഇടപെടിച്ചുകൊണ്ട് ശ്രമങ്ങൾ നടത്തുകയാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഉർദുഗാൻ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അസാമാന്യമായ വിജയമാണ് അദ്ദേഹം നേടിയെടുത്തത്. അദ്ദേഹം ഇപ്പോ തുർക്കിയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതീക്ഷയാണ്. അവർക്കറിയാം അദ്ദേഹം ഇസ്ലാമിക പശ്ചാത്തലമുള്ള ഒരു ഭരണാധികാരിയാണ്. അദ്ദേഹം വിശ്വസിക്കുന്ന ഇസ്ലാമിൽ രാഷ്ട്രീയമുണ്ട്. അദ്ദേഹം ഗസ പ്രശ്നം കൈകാര്യം ചെയ്യുമ്പോൾ അത് ബൈത്തുൽ മഖ്ദിസിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ തുർക്കികൾക്കറിയാം. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെങ്കിൽ, ഇങ്ങനെ ഒരു ഇസ്ലാമുണ്ടെങ്കിൽ ആ ഇസ്ലാമിനെ പറ്റി പഠിക്കണം എന്ന അവസ്ഥയിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് അത്താതുർക്കിനേക്കാൾ വലുത് ഉർദുഗാനാണ് എന്ന് അവർ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ക്രമേണ ഇസ്ലാമിക രാഷ്ട്രീയം എങ്ങനെയാണ് ഒരു സെക്കുലർ സമൂഹത്തിൽ പണിയെടുക്കുന്നത് എന്ന് കാണിച്ചു കൊടുക്കുവാനുള്ള ഉർദുഗാന്റെയും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും ശ്രമങ്ങൾ വിജയിക്കും എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്, ലോകത്തെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെ 21ാം നൂറ്റാണ്ടിൽ തന്ത്രപ്രധാനമായ സമർത്ഥമായ നീക്കങ്ങളിലൂടെ ഇസ്ലാമിന് മൈലേജ് ഉണ്ടാക്കുവാൻ, ഖിലാഫത്ത് തകർന്ന അതേ ഭൂമിയിൽ തന്നെ ഇസ്ലാമിക ഖിലാഫത്തിന്റെ പുനഃസ്ഥാപനം എന്ന് പറയുന്ന ആശയം സ്വീകാര്യമാക്കുവാനുള്ള ശ്രമങ്ങൾക്ക് ഉർദുഗാൻ തുടക്കം കുറിക്കുകയും അതൊരു നല്ല തുടക്കമാവുകയും 10 വർഷമായപ്പോ അദ്ദേഹം ഒരു പോയിന്റിൽ എത്തി നിൽക്കുകയും ചെയ്യുകയാണ്. അർബക്കാൻ ഉൾപ്പെടെയുള്ള ഇതിനു മുമ്പ് ഇസ്ലാമിക പക്ഷത്തുണ്ടായിരുന്ന ഭരണാധികാരികളെ ഒന്നൊന്നായി അട്ടിമറിച്ചത് അവിടുത്തെ ജനങ്ങളായിരുന്നില്ല, പട്ടാളമായിരുന്നു. അത്രയധികം അത്താതുർക്ക് കമാൽ പാഷ ഉണ്ടാക്കിയെടുത്ത ഒരു ദീനുമില്ലാത്ത പട്ടാളമാണ് തുർക്കിയുടെ പട്ടാളം, സെക്കുലർ പട്ടാളം. ഈ പട്ടാളമാണ് അധികാരികളെ മാറി മാറി കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അദ്നാൻ മന്ദരീസിനെ തൂക്കിലേക്കിയത്. ഉർദുഗാൻ വന്ന് ഇപ്പൊ ഈ പട്ടാളത്തെയും അദ്ദേഹം തന്റെ വരുതിക്ക് നിർത്തിയിരിക്കുന്നു. പട്ടാളത്തിൽ അട്ടിമറി ശ്രമം നടത്തിയ ആളുകളെ അറസ്റ്റ് ചെയ്യാൻ മാത്രം അദ്ദേഹം വളർന്നു കഴിഞ്ഞു. ഇനി തുർക്കി പട്ടാളത്തിന്, ഇതുവരെ രാജ്യം ഭരിച്ചിരുന്ന പട്ടാളത്തിന് ഇനി ഉർദുഗാനെ ഒതുക്കുവാൻ സാധ്യമല്ല എന്നൊരവസ്ഥയിലേക്ക് ഉർദുഗാൻ വളർന്നു കഴിഞ്ഞു. ആ പട്ടാളത്തെയും അദ്ദേഹം ഒതുക്കി കഴിഞ്ഞു. തുർക്കിയിൽ ഏറ്റവും അധികം ഇസ്ലാമിന് പേടിക്കേണ്ടിയിരുന്നത് അത്താതുർക്കിന്റെ ബാക്കി പത്രമായ അയാൾ വളർത്തിക്കൊണ്ടുവന്ന സംസ്കാരമുള്ള ഒരു പട്ടാളമായിരുന്നു. ആ പട്ടാളത്തെയും ഉർദുഗാൻ ഇപ്പോൾ തന്റെ കൈപ്പിടിയിൽ ഒതുക്കുകയും അവരെ നിർത്തേണ്ടിടത്ത് നിർത്തുകയും ചെയ്തു എന്നാണ് പട്ടാളത്തിൽ അട്ടിമറി ശ്രമം നടത്തിയ ആളുകളെ അറസ്റ്റ് ചെയ്യുവാൻ ധൈര്യം കാണിക്കുക വഴി അദ്ദേഹം തെളിയിച്ചിട്ടുള്ളത്. അപ്പൊ ഇതാണ് സഹോദരന്മാരെ, യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം. ഖിലാഫത്ത് തകർത്ത് എല്ലാം കഴിഞ്ഞു, എല്ലാം വിജയിച്ചു എന്ന് വിചാരിച്ചിരുന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾ അതേ തുർക്കിയിൽ ഖിലാഫത്തിന്റെ ശ്മശാന ഭൂമിയിൽ അതേ മക്ബറയിൽ നിന്ന് രണ്ടാമത് ഒരു പുതിയ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട്
അത് പക്വത പ്രാപിച്ച് അത് വളർന്നു വന്ന് ലോകത്തെ ശ്രദ്ധ പിടിച്ചു പറ്റിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നു. ഇതാണ് അള്ളാഹു പറയുന്നത്, വയഅബല്ലാഹു ഇല്ലാ അയ്യുത്തിമ്മ നൂറഹു. അള്ളാഹുവിന്റെ പ്രകാശം അത്താതുർക്ക് കമാൽ പാഷ വിചാരിച്ച ഊതിക്കെടുത്താൻ പറ്റില്ല, സിയോണിസ്റ്റുകൾ വിചാരിച്ചാൽ ഊതിക്കെടുത്താൻ പറ്റില്ല, വേറെയുള്ള സാമ്രാജ്യത്വ ശക്തികൾ വിചാരിച്ചാൽ ഊതിക്കെടുത്താൻ പറ്റില്ല. വല്ലാഹു മുത്തിമ്മു നൂരിഹി, അള്ളാഹു അവന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. വയഅബല്ലാഹു ഇല്ലാ അയ്യുത്തിമ്മ നൂറഹു, അള്ളാഹു സമ്മതിക്കുകയില്ല അവന്റെ പ്രകാശത്തെ പൂർത്തീകരിച്ചിട്ടല്ലാതെ. കാരണം ഈ പ്രവാചകനെ അള്ളാഹു അയച്ചിട്ടുള്ളത് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി, എല്ലാ ആശയങ്ങളെയും എല്ലാ പ്രസ്ഥാനങ്ങളെയും പാർട്ടികളെയും പ്രത്യയശാസ്ത്രങ്ങളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ദീനിന് ഭൂമിയിൽ ആധിപത്യം ഉണ്ടാക്കി കൊടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഈ ദീൻ വിജയിക്കുക തന്നെ ചെയ്യും. അത് തുർക്കിയിൽ സാധ്യമാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രമാത്രം ഇസ്ലാമിനെ ഇല്ലാതാക്കിയ തുർക്കിയിൽ സാധ്യമാണെങ്കിൽ അത് ലോകത്ത് എല്ലായിടത്തും സാധ്യമാണ്. തുർക്കിയേക്കാൾ വലിയ ഒരു സെക്കുലറിസം ഇന്ന് ലോകത്തില്ല. അത്ര വലിയ മതനിഷേധത്തിൽ അധിഷ്ഠിതമായ സെക്കുലറിസമാണത്. ഇങ്ങനെയുള്ള ഒരു സെക്കുലറിസത്തിൽ ഇസ്ലാമിന് അതിന്റെ വീണ്ടെടുപ്പ് സാധിക്കുന്നുണ്ടെങ്കിൽ, ഇസ്ലാമിക രാഷ്ട്രീയത്തിന് പ്രസക്തിയുണ്ടെങ്കിൽ, അല്ലാത്തിടത്തും തീർച്ചയായും പ്രസക്തിയുണ്ട്. അത് ഇസ്ലാം തെളിയിക്കുക തന്നെ ചെയ്യും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ദീനിനെ വിജയിപ്പിക്കുകയും ആ വിജയത്തിൽ പങ്കാളിത്തം വഹിക്കുവാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ.